പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ മുമ്പിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ കൃപാപൂർവം സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ആദത്തിന്റെയും ഹവ്വായുടെയും മക്കളായ കായീനും ആബേലും ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ കടന്നു വന്നു. കർഷകനായ കായീൻ തന്റെ വിളവിന്റെ ഒരു ഭാഗം കർത്താവിന് ബലിയർപ്പിച്ചു. ആട്ടിടയനായ ആബേൽ തന്റെ ആട്ടിൻപറ്റത്തിലെ കടിഞ്ഞൂൽ കിടാക്കളിൽ നിന്ന് അവയുടെ മേധസ് നിറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ബലിയർപ്പിച്ചപ്പോൾ ആബേലിലും അവന്റെ ബലിയിലും കർത്താവ് പ്രസാദിച്ചു. എന്നാൽ കായീനിലും അവന്റെ ബലിയിലും കർത്താവ് പ്രസാദിക്കാത്തത് കാരണം കായീൻ രോഷാകുലനായി ആബേലിനെ കൊന്നു. ഇതുകണ്ട് കർത്താവ് കായീനോട് ചോദിച്ചു: നിന്റെ സഹോദരനായ ആബേൽ എവിടെ? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. സ്നേഹമുള്ളവരെ, ആബേലിന്റെ രക്തം മണ്ണിൽ നിന്ന് കർത്താവിനെ നോക്കി നിലവിളിച്ചു എങ്കിൽ ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ സംസാരിക്കുകയില്ലേ? തിരുവചനം പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ലേവ്യരുടെ പുസ്തകം വെളിപ്പെടുത്തുന്നു, ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുന്നത് രക്തമാണ്. വചനം പറയുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മനുഷ്യരുടെ പാപങ്ങൾ നീക്കുവാനായി മൃഗങ്ങളുടെ രക്തം ബലിവസ്തുവായി നൽകിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ പാപങ്ങൾ എന്നേക്കുമായി നീക്കം ചെയ്യുവാൻ മൃഗങ്ങളുടെ രക്തത്തിന് സാധിക്കാത്തതുകൊണ്ട് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള അമൂല്യ രക്തമായ യേശുവിന്റെ രക്തം മനുഷ്യന്റെ പാപങ്ങൾ എന്നേക്കുമായി നീക്കം ചെയ്യുന്നതിനാൽ കുരിശാകുന്ന ബലിപീഠത്തിന്മേൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തി കർത്താവായ യേശു ക്രിസ്തു ബലിവസ്തുവായി മാറി. സ്നേഹമുള്ളവരെ, ഇന്ന് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി പാപമോചനം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഏവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം പറയുന്നു, എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ആബേലിന്റെ രക്തത്തെക്കാൾ കൃപാപൂർവം സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിലൂടെയാണ് നമ്മൾ പാപമോചനം സ്വീകരിച്ച് വന്നിരിക്കുന്നത്. കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ തിരുരക്തം നൽകി നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആ കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന്റെ പവിത്രതയും ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രക്തത്തെ വിളിക്കുമ്പോൾ, നാം വിശ്വാസപൂർവ്വം രക്തമെടുത്ത് ഉപയോഗിക്കുമ്പോൾ നാം വിടുതൽ പ്രാപിക്കുന്നതായി കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ കഴുകണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ. തിരുരക്തമെൻ പാപപരിഹാരമായി യേശുവേ, കാൽവരി മലയിലതൊഴുകി ഹല്ലേലൂയ. തന്മാംസരക്തങ്ങളച്ചാരമായി നൽകി നിന്നിണമെന്നെയും വിലയ്ക്കുവാങ്ങി, നിന്നിണമെന്നെയും വിലയ്ക്കുവാങ്ങി. തിരുരക്തമെൻ പാപപരിഹാരമായി യേശുവേ, കാൽവരി മലയിലതൊഴുകി ഗ്ലോറി ജീസസ്. തന്മാംസരക്തങ്ങളച്ചാരമായി നൽകി നിന്നിണമെന്നെയും വിലയ്ക്കുവാങ്ങി, ഹല്ലേലൂയ. നിന്നിണമെന്നെയും വിലയ്ക്കുവാങ്ങി. അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ രക്തവർണ്ണമെങ്കിലും തൂമഞ്ഞ് പോലെ വെളുപ്പിക്കും. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തീർക്കട്ടെ.
ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ വീണ്ടെടുത്ത കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് കർത്താവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ കഴുകണമേ കർത്താവേ. യേശുവേ, ഞങ്ങൾ വീണ്ടെടുക്കണമേ കർത്താവേ. വീണ്ടെടുത്ത തിരുരക്തത്തിനായി ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു. കന്മഷമാകുമെൻ ഹൃദയമതോ യേശുവേ, തൂമഞ്ഞു പോലെ നീ വെണ്മയാക്കി. ഹല്ലേലൂയ. കന്മഷമാകുമെൻ ഹൃദയമതോ തൂമഞ്ഞു പോലെ നീ വെണ്മയാക്കി. കനിവാർന്ന പൊൻകരം നീട്ടിയെന്നെ ജീസസ്. പൊന്നോമൻ പൈതലായി സ്വീകരിച്ചു. യേശുവേ, കനിവാർന്ന പൊൻകരം നീട്ടിയെന്നെ പൊന്നോമൻ പൈതലായി സ്വീകരിച്ചു. തിരുരക്തമെൻ പാപ പരിഹാരമാ കാൽവരി മലയിലതൊഴുകി. യേശുവേ, തന്മാംസരത്നങ്ങളച്ചാരമായി നൽകി. നിന്നിടമെന്നെയും വിലയ്ക്കു വാങ്ങി. ഹല്ലേലൂയ. നിന്നിടമെന്നെയും വിലയ്ക്കു വാങ്ങി. നമുക്ക് പറയാം, കർത്താവേ, വഴിതെറ്റി അലയുന്ന കുഞ്ഞാടിനെ പോലെ ഞാൻ ഈ ലോകത്തലയുമ്പോൾ പാപത്തിൽ ഞാൻ കർത്താവേ വീണു പോകാതെ അവിടുത്തെ മാറിൽ എന്നെ ചേർത്ത് നിർത്തണമേ. അങ്ങയുടെ തിരുമുറിവുകളാൽ കർത്താവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ. യേശുവേ, ഞങ്ങളെ അങ്ങയുടെ മാറിൽ മറയ്ക്കണമേ. വഴിയറിയാതലയും കുഞ്ഞാടിനെ ജീസസ്. തേടി നടന്നൊരു ഇടയനെ പോ. ഹല്ലേലൂയ. വഴിയറിയാതലയും കുഞ്ഞാടിനെ ജീസസ്. തേടി നടന്നൊരു ഇടയനെ പോ. പാപാന്ധകാരത്തിൽ വീണിടാതെ ഈ പാപിയെ നീ ചേർത്തണയ്ക്കൂ. ജീസസ്. പാപാന്ധകാരത്തിൽ വീണിടാതെ ഈ പാപിയെ നീ ചേർത്തണയ്ക്കൂ. തിരുരക്തമെൻ പാപ പരിഹാരമാ ഹല്ലേലൂയ. കാൽവരി മലയിലതൊഴുകി. ജീസസ്. തന്മാംസരത്നങ്ങളച്ചാരമായി നൽകി. നിന്നിടമെന്നെയും വിലയ്ക്കു വാങ്ങി. യേശുവേ, നിന്നിടമെന്നെയും വിലയ്ക്കു വാങ്ങി. നിന്നിടമെന്നെയും ഇന്നേ ദിവസം യേശുവിന്റെ പരിശുദ്ധ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് പുതുജീവൻ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.